എന്താ അമ്മ വിളിച്ചത്? വിളിച്ച എന്താണ്? ഇങ്ങോട്ട് വാ. എന്താ അവിടെ കളഞ്ഞത്? അത് മുണ്ടിന്റെ വള്ളി ചുറ്റിയതാണ്. മുണ്ടിന്റെ വള്ളി അതില് ചുറ്റി അങ്ങനെ കളഞ്ഞതാണ്. എന്തു പറ്റി? ആണോ? വയ്യടാ, എനിക്ക് ഒട്ടും വയ്യ. അത് 3-4 ദിവസമില്ലേ ഉറക്കം നിക്കണ, അതിന്റെ ആയിരിക്കുള്ളൂ. അമ്മ പോയി കിടക്കാൻ നോക്കുന്ന. കിടക്കാനൊന്നും പറ്റണില്ല. എന്താ ചെയ്യാ, കൈയിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വേദനിക്ക. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ നിക്കാനൊന്നും വയ്യല്ലോ. എന്റെ മോന്റെ കാര്യത്തിന് പിന്നെ ആരാ നിക്കുക? അങ്ങനെ നിന്നതാ. ഈ കുഞ്ഞമ്മയും മക്കളൊക്കെ പോയാ? അവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അച്ഛനെന്തേ? അച്ഛന് 9 മണിക്കേ ഉറങ്ങി. അല്ലെങ്കിൽ അച്ഛന് ഉറക്കം വരില്ലല്ലോ രാത്രിയായാലേ. അമ്മ കിടന്നു നോക്കിയിട്ട് കിടക്കാൻ പറ്റണില്ല. അമ്മ പോയി കിടന്നു, സമ്മാനമായിട്ട് കിടന്നു എനിക്ക് കിടക്കാൻ പറ്റണില്ല, ഉറക്കം വരുന്നില്ല. നീ ഇവിടെ ഇരിക്ക്. എന്താ അമ്മക്ക് പറ്റിയത്? എന്താ പറയാ എന്റെ മോനെ, എനിക്ക് വയ്യ. അതന്നെ, അച്ഛനാണിച്ച നേരത്തെ കിടക്കുകയും ചെയ്തു. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ വെച്ചിട്ടാ സിനിമ വെച്ച്. സിനിമ ഉണ്ട്, പ്രേത സിനിമ. ആ ഈച്ച പ്രേത അത്ര. സമാധാനമുള്ള എന്തെങ്കിലും സിനിമ വെച്ച് കണ്ടാ പോരെ, പേടിക്കണ കാണണോ? അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി. അത് ഓഫ് ചെയ്തിട്ട് പോയി കിടക്ക്. എന്താ കിടക്കണ സമയമൊന്നും ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നീ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ കിടക്കാറ്? അമ്മ ഇപ്പൊ ഒരാഴ്ചയായില്ലേ നമ്മള് കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടേ. ക്ഷീണുണ്ട്. ഈ ബാമന്നിട്ടെന്നാടാ. ഗുളിക കഴിച്ചില്ലേ? ഗുളികയൊക്കെ കഴിച്ച ഒരു കുറവുമില്ല, നീരിറങ്ങാണ്. ഈ സൈഡിലൊക്കെ അങ്ങനെ വേദന. കുറച്ചിട്ടാ മതി കേട്ടോ. എന്താടാ അവിടെ ഒരു വെളുത്തിരിക്കണേ? മുടി നരച്ചതാന്ന് നോക്കട്ടെ നോക്കട്ടെ. ആയി പാറ്റേ? നല്ലോണം അങ്ങോട്ട് തിരുമ്മ. അവളവിടെ ഒറ്റക്കാണ്. ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ടൊരു പരിചയവും ഇല്ല. ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ. നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മ. ഇപ്പൊ കുറവുണ്ടല്ലോ. എടാ, എന്റെ മോൻ അടുത്തിരിക്കുമ്പോ തന്നെ എനിക്ക് പകുതി വേദന പോവാറിയാ നിനക്കത്. അതാണ് എനിക്ക് എന്റെ ദൈവത്തോട് എനിക്ക് എപ്പോഴുള്ള പ്രാർത്ഥന അതാണ്. എന്റെ മോൻ എപ്പോഴും ഇങ്ങനെ അടുത്ത് വേണം അമ്മയുടെ. ഓരോ ദിവസം അമ്മയ്ക്ക് വേദനയാണ്. മോനെ മാറും. ഇത് എവിടുന്ന് മാറാനാണ്? വേദനയുണ്ട്. മോനെ ഇത് വിട്ടു പോന്നോന്നാണ് ഇന്ന് രാത്രി തന്നെ. ഇല്ലമ്മ, എന്തേലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണാ. എത്ര ഡോക്ടർമാരെ കാണിച്ചടാ? അമ്മേ പതുക്കെ എഴുന്നേക്ക്, ഞാൻ അവിടെ കൊണ്ടുപോയി എടുത്തു. ആ സൈഡ് വെച്ചിട്ട് പതുക്കെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിപ്പോയിക്കോളും. എനിക്ക് എണീക്കാൻ വയ്യടാ. എന്താ ചെയ്യും? കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കെ. അമ്മയ്ക്ക് ഒരു ആശ്വാസത്തിന് ഇവിടെ ഇരിക്കെ. ഈച്ച എവിടെ? കണ്ടോ ഞാന് ഉറങ്ങിയമ്മ. ഇല്ല, ഞാനൊന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ഉറക്കം വരുന്നില്ല. അമ്മയ്ക്ക് ഉറക്കം കിട്ടണില്ലല്ലോ, വേദനയല്ലേ. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലടാ. അതല്ലേ ഇങ്ങനെ ഇരിക്കണ. ഇല്ലേ അമ്മ എപ്പോഴേ ഉറങ്ങിയേനെ. ഉറക്കം വരുന്നില്ല. എന്താ ആശ്വാസമൊന്നുമില്ലേ? എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോലെ തോന്നുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോവാ. ഈച്ച പിടിച്ചടാ. നോക്ക്, ഈച്ച പിടിച്ച്. ഈച്ചയുടെ ഒരു കാര്യം.
വേഗം പൊക്കോ. എന്താടാ പൊക്കോന്ന് പറഞ്ഞു. അത് ഈച്ചയുടെ വേഗം പറക്കാൻ പറഞ്ഞല്ലേ, ഞാൻ ഈച്ച ഇപ്പൊ പിടിക്കൂലേ. അവന് ഉറങ്ങിപ്പോയി മോളെ. 3-4 ദിവസമായിട്ടേ ഉറക്കൊന്നുമില്ലല്ലോ, ക്ഷീണല്ലേ. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പാവം. നീ ഇപ്പൊ വിളിക്കണ്ട. ഇപ്പൊ എണീറ്റാ പിന്നെ അവന് ഉറക്കം കിട്ടില്ല. മോള് പോയി കിടന്നോ. അച്ഛാ, എന്താ അച്ഛാ വരാൻ പറഞ്ഞ? ഒന്നുകൂടെ ഇറങ്ങി വരൂ, ഒരു കാര്യം പറയട്ടെ. മോനെ, കല്യാണം കഴിഞ്ഞതിന് ശേഷപ്പോ അച്ഛന് ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ, വല്ല സാമ്പത്തിക പ്രശ്നം? അതൊന്നല്ല. അത് പറഞ്ഞോട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ പറയും എന്തെങ്കിലും? പറയാം. മകളെ കല്യാണം കഴിപ്പിച്ചതോട് കൂടിയിട്ട് ഒരച്ഛന് മകളുടെ മേലിലുള്ള എല്ലാ അവകാശവും ഇല്ലാതായി എന്ന് വിചാരിക്കണ്ട. അത് നിങ്ങൾക്ക് തന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത്. ജീവിതത്തിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ ഞാൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടും. അല്ല അച്ഛാ, അങ്ങനെ ഇടപെടേണ്ട തരത്തിലുള്ള വിഷയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടുണ്ട്. അതല്ല ഇപ്പൊ എനിക്ക് രാവിലെ ഇങ്ങോട്ട് വരണ്ടി വന്നത്. ഇല്ല, ഇപ്പൊ ഇന്നലെയല്ലേ അവള് ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വന്നുള്ളൂ. അല്ലേ? അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉവ്വ്. അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്നലെ നിങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചില്ല? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇന്നലെ. പൊന്നു മോനെ, നിന്റെ അമ്മയ്ക്ക് കയ്യിന് വേദന ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം. ഇല്ലെങ്കിൽ അച്ഛനോട് പോയി പറയണം. അച്ഛൻ വല്ല കുഴമ്പോ തൈലോ ഇട്ടിട്ട് തടവി കൊടുക്കും. അതാ ചെയ്യാ. അല്ലാതെ എന്റെ മോളുടെ ആദ്യ രാത്രി നശിപ്പിക്കാൻ നിന്റെ അമ്മയ്ക്ക് എന്താ അവകാശം? ഇല്ല അച്ഛാ, അങ്ങനെ ഉണ്ടായില്ല. ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്ത് എന്നൊക്കെ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഇതിപ്പോ ഒരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയും. നാളെ ഇതിലും വലുത് സംഭവിക്കും. അപ്പോഴൊക്കെ ഈ പറയണ പോലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. ഇനി എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് നടത്തിക്കരുത്. ഇല്ല. എവിടേക്കാ പോണേ? ഞാൻ ഓഫീസിൽ പോണം. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ കണ്ടിട്ട് പോകാലാന്ന് കരുതി. എന്നാ പൊക്കോ കേട്ടാ. ഞാൻ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോ എനിക്കിന്നിപ്പോ ഓഫീസിൽ പോക്ക് നടക്കില്ല. ഇന്നിപ്പോ ലീവ് എടുക്കുക. അത് പറയാനായിട്ട് വന്നതാണേ. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അച്ഛൻ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ള കാര്യം തന്നെ. എന്നാ വിട്ടോ. ശരിയാ. വീട്ടിൽ കയറാൻ? ഇല്ല, ഞാൻ വീട്ടിൽ കയറില്ല. പോട്ടെ, സമയമില്ല. ശരിയാ. സുഗതേട്ടാ, മക്കള് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നില്ല. അമ്പലത്തിലേക്കല്ലേ? ഇപ്പൊ 12 മണി കഴിഞ്ഞില്ലേ? അവര് പോണോണ്ടല്ല, കുട്ടികൾക്ക് വിശക്കില്ലേ? ഞാൻ കാത്തു എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചു. ശരി. അമ്മ അവിടെ ഇരിപ്പുണ്ടെന്നാ. അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുതാ?
എടാ എത്ര നേരായി പോയിട്ട് വിശക്കണില്ലേ നിങ്ങക്ക്? ഇല്ല, അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കഴിച്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ച്. ഹോട്ടലിൽ നിന്നോ? ആ അസലായി. ഞാനിവിടെ നിങ്ങൾ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നോക്കി നോക്കി ഇരിക്കായിരുന്നു. അയ്യോ, അമ്മക്ക് കഴിക്കായിരുന്നില്ലേ സമയമായപ്പോ? എടാ അതെങ്ങനെയാ, നീ പുറത്തുനിന്ന് കഴിക്കണ ശീലല്ലല്ലോ. ഇവൻ അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. അല്ല അതിപ്പോ എന്താ വെച്ചാലേ ഞാനും ഇവനും കൂടി ആണല്ലോ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. ഈ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കില്ലല്ലോ. എനിക്ക് അങ്ങനെ ആയിരിക്കില്ലേ, പുറത്തുനിന്നൊക്കെ കഴിക്കായിരിക്കും. ഇല്ല, അങ്ങനെയല്ല, അവള് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ല ആയിക്കോട്ടെ, എന്തായാലും കഴിച്ചൂലോ, പട്ടിണി കിടക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വയറ് നിറഞ്ഞാ മതി അമ്മയ്ക്ക്. അമ്മനെ ഓർക്കാഞ്ഞിട്ടല്ല, അവള് ആദ്യമായിട്ട് പറഞ്ഞല്ലേ, അപ്പൊ ഞാനൊന്ന്. എടാ അതിന് അമ്മയ്ക്ക് എന്താ പരാതി? അമ്മയ്ക്ക് ഒരു പരാതി ഇല്ല. എന്റെ മക്കള് വിശന്നിരിക്കരുത്, അത്രേ ഉള്ളൂ. എന്റെ മോൻ വിശന്നിരിക്കണത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അല്ല, അമ്മ വന്ന് കഴിക്കുവാ. എനിക്ക് വേണ്ടടാ, ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് എന്താ? അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ, മരുന്ന് കഴിക്കണം, കാലിന് വേദന. അമ്മ എഴുന്നേറ്റ് വന്നേ. ഇവിടെ വേണ്ടടാ, ഞാനും ഒരു പിടി കഴിക്കാം, നമ്മുടെ കൂടെ വാ, എഴുന്നേക്ക്. ഇതിപ്പോ നീ നിർബന്ധിച്ചിട്ടാട്ടോ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഇല്ല, അങ്ങനെ അമ്മ കഴിക്കാതിരിക്കണ എന്തിനാണ്? ഞങ്ങളത് വെറുതെ അവിടെ കയറിയിട്ടുള്ള